ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരൊറ്റ മുട്ട വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ മുട്ട ബജിക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ, പിന്നീട് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ ഇരിക്കേണ്ടത്. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ രീതിയിൽ മുട്ട പൊരിക്കുന്നത് പോലെ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 ഭാഗവും കുക്കായി കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഈ മുട്ട ഞാനൊരു 6 പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുമിട്ട് നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ള മുട്ടയുടെ പീസും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഒരു മുട്ട വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.